ഹസീന വാജിദിനെ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ നമ്മൾ സ്വീകരിച്ചിരുത്തുക വഴി അവിടെ ജനങ്ങളാൽ വെറുക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ട ഒരാൾക്ക് നമ്മൾ അഭയം നൽകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് അവിടുത്തെ ജനങ്ങൾക്ക് അതിന് പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇപ്പോൾ അവർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാനുള്ള നിയമപരമായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു കോടതിയുണ്ട് അവിടെ. ഷെയ്ഖ് ഹസീന തന്നെ സ്ഥാപിച്ചതാണ്. അതിൻ്റെ തമാശ എന്ന് വെച്ചാൽ തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു കോടതിയാണ്. ICT ഇവർക്കെതിരെ കേസ് നടക്കുന്നുണ്ട്. അതിൽ ഗുരുതരമായ കുറ്റം, മാനവികതരായ കുറ്റകൃത്യം, അതേമാതിരി വംശഹത്യ, ജിനോസൈഡ് പോലെയുള്ള അതിഗുരുതരമായ ആരോപണങ്ങളുണ്ട്. മറുവശത്ത് ഒരുപാട് അഴിമതി കേസുകൾ, ധാരാളം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകൾ കിടക്കുന്നുണ്ട്. അപ്പം വെച്ചാൽ അവർ ഒരു ഫിഗറ്റീവാണ്, അവരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കുറ്റവാളിയാണ്. ആ കുറ്റവാളിയെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങളുടെ നിയമപ്രക്രിയക്ക് വിധേയമാക്കാൻ വിട്ടുതരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അവരെ സംബന്ധിച്ച് അങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്യാം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 2013 മുതൽ തന്നെ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ട്. കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ, വളരെ ശക്തമായൊരു കരാർ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ നിയമവൃത്തങ്ങൾ നടക്കുന്നൊരു ഡിസ്കഷൻ ഉണ്ട്. ആ ട്രീറ്റിയിൽ, ലോകത്തുള്ള എല്ലാ എക്സ്ട്രാഡിഷൻ ട്രീറ്റിയിലും പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ റീസൺസ് വെച്ചിട്ട്, ഇൽമോട്ടിവേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റീസൺസ് വെച്ചിട്ടുള്ള കേസുകളിൽ ഈ ട്രീറ്റി ബാധകമായിരിക്കില്ല, ഈ കരാർ ബാധകമായിരിക്കില്ല എന്നതിൽ പറയുന്നുണ്ട്. ലോകത്ത് ഏതാണ്ട് എല്ലാ ഇത്തരം ട്രീറ്റീസിലും അത് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം വരിക, ഇവർക്കെതിരായുള്ള കേസ്, ഷെയ്ഖ് ഹസീനക്കെതിരായുള്ള കേസ് ഒരു പൊളിറ്റിക്കൽ കേസാണോ, അതിൽ ഗുരുതരമായ ക്രിമിനൽ കേസാണോ, അഴിമതി കേസാണോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങളെങ്ങനെ പൊളിറ്റിക്കൽ കേസ്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന്, അല്ലെങ്കിൽ രാഷ്ട്രീയ കുറ്റകൃത്യം എന്നുള്ളതിന് നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുമെന്നുള്ളൊരു വ്യാഖ്യാന തർക്കമൊക്കെ വരും. അതൊക്കെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ മാത്രമല്ല, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ബംഗ്ലാദേശിനെ പൈശാചിവൽക്കരിക്കുന്ന സ്വഭാവത്തിൽ, അവിടെയുള്ള ഹിന്ദു ഗ്രാൻഡ് അലയൻസിൻ്റെ നേതാവ് തന്നെ, എന്താണ് അയാളുടെ പേര്, ഒരു പ്രമാണിക്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട ഹിന്ദു നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം എന്ന് പറയുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. സുവേന്ദു അധികാരി എന്ന് പറയുന്ന ഈ BJP നേതാവ്, വെസ്റ്റ് ബംഗാളിലെ BJP നേതാവ് ഉത്തരവാദിത്വരഹിതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു നിലക്കുള്ള ഫാക്ട് ചെക്കിങ് നടത്താതെ നിരന്തരം പുനരുൽപ്പാദിപ്പിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഒരു രാജ്യത്തൊരു വിപ്ലവം നടന്നാൽ ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാവും, സാമാന്യമായിട്ട് ഒരുതരം അരാജകാവസ്ഥ ഉണ്ടാവും. പക്ഷേ ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുള്ള അരാജകത്വമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബംഗ്ലാദേശ് അത്രയൊന്നും ഉണ്ടായിട്ടില്ല. ബംഗ്ലാദേശിൽ 600 ചില്ലാൻ ആളുകൾ ആ പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ടവരിൽ 99% മുസ്ലിങ്ങളാണ്. അത് മനസ്സിലാക്കുന്നു. അവാമി ലീഗ് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ സാമാന്യമായിട്ട് അവാമി ലീഗിലാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ സംഘർഷത്തിൽ അവാമി ലീഗുകാരായുള്ള ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷേ ഈ പറയുന്ന വിപ്ലവത്തിനിടയിൽ സാമാന്യമായിട്ട് സംഭവിച്ച സംഗതികൾ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള വികാരം വളർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ത്യൻ മാധ്യമങ്ങളാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്. നോക്കൂ, ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് റിലേഷൻഷിപ്പ് പോലെ തന്നെ പ്രധാനമാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഇന്ത്യൻ ജനതയും ബംഗ്ലാദേശ് ജനതയും തമ്മിൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ നടത്തുന്നു. ഈ സംഘ് പരിവാർ പോലെയുള്ള സംഘടനകൾ അതിനെ പൊലിപ്പിക്കുന്നു. ഇതൊന്നും ഒരു പോസിറ്റീവ്, വളരെ ഗുണാത്മകമായിട്ടുള്ള ഒരു നയതന്ത്ര സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ അയൽപ്പക്കത്തെ ജനങ്ങൾ തെറ്റുകാരിയായിട്ട്, കുറ്റവാളിയായിട്ട് കാണുന്ന ഒരാളെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത് ശരിയായൊരു സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും അതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകൾ, ഡെവലപ്മെൻറ്റുകൾ കൂടുതലായിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രതീക്ഷിക്കണം.